പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ രാജ്യങ്ങളും സ്ഥലങ്ങളുമായി വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. ഒരു വചനം ഇവിടെ വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് പറയുന്നത്. യോഹന്നാൻ പറയുന്നത് എന്താണ്? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ പ്രസംഗിച്ച വചനം. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലെ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയൻ എന്ന് പറയുമ്പോൾ ആരാണത്? അതെ, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാനേക്കാൾ ബലമേറിയവൻ. യോഹന്നാൻ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിക്കുമെന്ന് ഇവിടെ വിളിച്ചു പറയുക. അതായത് യേശു ക്രിസ്തു എന്ന ഏക രക്ഷകളിലൂടെ മാത്രമേ മനുഷ്യന് ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ യാതൊരു കഴിവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനുഷ്യന് മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല. മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ലോകപ്രകാരമാണ്. മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്ന മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ എന്നാണ്. അതുകൊണ്ട് ഒരു രക്ഷകൻ, അത് യേശു ക്രിസ്തു മാത്രം. ക്രിസ്തു ഒരു രക്ഷകനായി മാത്രമല്ല, ഒരു ന്യായാധിപനും കൂടെയാണെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ചിന്ത ക്രിസ്തു രക്ഷകൻ മാത്രമെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ശ്രോതാവായി, ക്രിസ്തു ഒരു രക്ഷകൻ മാത്രം, ന്യായാധിപനും കൂടെയാണ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ന്യായവിധിയുടെ അടയാളമാണ്. അത് ന്യായം വിധിക്കുന്ന ഒരുവരൻ മാത്രം, കർത്താവ് യേശു ക്രിസ്തു മാത്രം. നെല്ലും പതിനും തമ്മിൽ അവൻ തരം തിരിക്കും. ഹല്ലേലൂയ. നെല്ലും പതിനും തമ്മിൽ തരം തിരിക്കുമെന്ന് പറയുമ്പോൾ, അതായത് ശരിയായ നീതിമാന്മാരെ അവൻ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന്. ഹല്ലേലൂയ. പുറമേ നീതിമാനായി നടിച്ചവരെ, കപടഭക്തിക്കാരെ ശിക്ഷിക്കും. ദൈവം പുറമെയുള്ളതല്ല, നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയത്തെ ശോധന ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ അത് വരവേറ്റുവാസനമായി. അതുകൊണ്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിനോട് പറയുക. അതെ, യോഹന്നാൻ പറഞ്ഞ എന്നിലും ബലമേറിയവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുഴിഞ്ഞഴിപ്പാൻ യോഗ്യനല്ല. അത് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുകയിൽ ദൈവ ന്യായം വീതിക്കുമ്പോൾ നെല്ലും പതിനും വേദനിക്കുന്ന കൂട്ടം നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ കാണണമെങ്കിൽ യേശുവിന്റെ വേണ്ടി നിന്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല പിതാവേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിന് വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ മനസ്സാന്തം നയിക്കണമേ. പാപവഴിയോട്ട് മടങ്ങി വരട്ടെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.